കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പിണ്ടിമന യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കുടുംബ സംഗമത്തിന്റെയും മുത്തംകുഴിയിലെ പുതിയ ഓഫീസിന്റെയും ഉദ്ഘാടനം കോതമംഗലം MLA ആന്റണി ജോൺ നിർവഹിച്ചു. KSSPU പിണ്ടിമന യൂണിറ്റ് പ്രസിഡന്റ് AV ചാക്കോ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോതമംഗലം താലൂക്ക് ആസ്ഥാന ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാം പോൾസി മുതിർന്ന പെൻഷൻകാരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പിണ്ടിമന യൂണിറ്റ് പ്രസിഡന്റ് AV ചാക്കോയുടെ അധ്യക്ഷതയിലാണ് കുടുംബസംഗമവും പുതിയ ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങും സംഘടിപ്പിച്ചത്. പിണ്ടിമന SNDP ഓഡിറ്റോറിയത്തിൽ നടത്തിയ കുടുംബസംഗമത്തിന്റെയും പുതിയ ഓഫീസിന്റെയും ഉദ്ഘാടനം കോതമംഗലം MLA ആന്റണി ജോൺ നിർവഹിച്ചു. ചടങ്ങിൽ കോതമംഗലം താലൂക്ക് ആസ്ഥാന ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാം പോൾസി മുതിർന്ന പെൻഷൻകാരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ഇപ്പോ 60 വയസ്സ് കഴിഞ്ഞ ആളുകളുടെ കേരളത്തിലെ ജനസംഖ്യയിലെ അനുപാതം എന്ന് പറയുന്നത് 19% അടുത്താണ്. അത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വയസ്സായ ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് കേരളം. കാരണം കേരളത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. വയസ്സായ ആളുകളുടെ എണ്ണം കൂടാൻ ഒന്ന് നമ്മുടെ ആയുർദൈർഘ്യം കൂടുതലാണെന്നുള്ളതാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ളത് കേരളത്തിലാണ്. അതായത് കേരളത്തിൽ ജനിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു 10 വയസ്സ് കൂടുതൽ കിട്ടും. കേരളത്തിന്റെ ആയുർദൈർഘ്യം എന്ന് വെച്ചാൽ 75 വയസ്സിന് മുകളിലാണ്. സ്ത്രീകൾക്ക് അത് 76.5 വയസ്സാണ്. സ്ത്രീകളാണ് കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്നത്. KSSPU ജില്ലാ വൈസ് പ്രസിഡന്റ് ചെറുവട്ടൂർ നാരായണൻ ചികിത്സാ സഹായവും KSSPU കോതമംഗലം ഈസ്റ്റ് ബ്ലോക്ക് സെക്രട്ടറി KK മണിലാൽ സാന്ത്വനം പെൻഷന്റെ വിതരണവും നടത്തി. KSSPU പിണ്ടിമന യൂണിറ്റ് പ്രസിഡന്റ് AV ചാക്കോയ്ക്കും സെക്രട്ടറി സദാശിവനും 2025 മികച്ച സംഘടനാ പ്രവർത്തനത്തിനുള്ള അവാർഡ് KSSPU ഈസ്റ്റ് ബ്ലോക്ക് പ്രസിഡന്റ് CV ജേക്കബ് ചടങ്ങിൽ കൈമാറി. പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് SM അലിയാർ, വെസ്റ്റ് ബ്ലോക്ക് സെക്രട്ടറി KP മോഹനൻ, വൈസ് പ്രസിഡന്റ് രാജു TS, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ജോർജ് AM, ജോയിന്റ് കൺവീനർ ഗ്രേസി ഷാജു, വൈസ് പ്രസിഡന്റുമാരായ MV കുര്യാക്കോസ്, ജോയ് OP, ഓമന നാരായണൻ, ജോയിന്റ് സെക്രട്ടറിമാരായ പൈലി M പള്ളത്ത്, സണ്ണി ജോസഫ് മാവറ, CN പത്മാവതി അമ്മ, വനിതാവേദി കൺവീനർ വത്സല PS, സജി PN തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് സുകുമാരൻ PK, രമണി KS, വത്സല PS, ഷിജി ജോയ് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ഗാനാലാപനങ്ങൾ ഉദ്ഘാടന ചടങ്ങ് വർണ്ണാഭമാക്കി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. പെരുമ്പാവൂർ രായമംഗലം കൂട്ടുമഠം ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമിയുടെ സ്കന്ദഷഷ്ടി വ്രതം ഒക്ടോബർ 27 തിങ്കളാഴ്ച ആചരിക്കുന്നു. ഷഷ്ടി പൂജയും അഭീഷ്ടസിദ്ധിക്കായി പഞ്ചാമൃത അഭിഷേകവും മുൻകൂട്ടി ബുക്ക് ചെയ്യാവുന്നതാണ്.